ചിന്തിക്കണ വേറെ. നിങ്ങൾ കൊടുക്കും, ശരി അവന് നമ്മൾ ആണെങ്കിൽ നമുക്ക് 2 കിലോ അരി വാങ്ങിച്ചു കൊടുക്കാം, 10 ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത്, അപ്പോൾ ജോലി കിട്ടുമല്ല, അപ്പോൾ ശമ്പളം കിട്ടുമല്ല, അപ്പോൾ നമ്മൾ 100 ഉടുപ്പ് തിരിച്ച് വാങ്ങിക്കാമല്ല. ഇങ്ങനെ ഭാഗികമായിട്ടും മാനുഷികമായിട്ടും ക്യാഷ് ആൻഡ് കയ്യിലാണ് വചനം നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്താ പ്രശ്നം? ഈ നിത്യതയെക്കുറിച്ചാണ് കർത്താവ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കിക്കൊള്ളുവിൻ. നിത്യതയെക്കുറിച്ചാണ് ഇതെല്ലാം പറയണത് പലതും. അപ്പോൾ ജൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവനെന്ത് ചെയ്ത് 1 മാസം പോയി നിന്ന്. അപ്പോൾ അവന് എന്താ കിട്ടാൻ പോണേ? നിത്യതയാണ് അതിന് വരാൻ പോണത്. അവൻ്റെ ഇതിനോടുകൂടി നിത്യത. അപ്പോൾ നിങ്ങളൊക്കെ ചത്ത് കഴിയുമ്പോൾ ചില ഈ ജീവിതത്തിന് എന്താ അച്ഛൻ ഈശോ ഒന്നും പറയാത്തത്? അങ്ങനെയാണ് ചേർത്ത് നൽകുമെന്ന് ഈശോ പറയണത്. വരാനിരിക്കുന്ന രാജ്യത്തെ നിത്യജീവനം. ടേക്ക് ദ ബെറ്റർ ഫോർ വരാനിരിക്കുന്ന. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഡിമാൻഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഉടമ്പടിക്ക് വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. ടേക്ക് ദ ബെറ്റർ ഫോർ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 10:29-30. മർക്കോസ് 10:29-30. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോഴേ ആ കൊടുക്കണ ആ സമയത്ത് ചില ആൾക്കാർ പറയത്തില്ലേ, എന്ത് കൊടുത്താലും ആ കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്. മലയാളത്തിലുള്ള സംഭവമാണ്. എന്താണ് കൊടുക്കുമ്പോൾ കൊള്ളാമെന്ന്? നമ്മൾ ആർക്കെന്ത് കൊടുത്താലും 5 മാസത്തേക്ക് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും. 6-ാം മാസം നമ്മളെ കാണുമ്പോൾ കണ്ട ഇതുപോലെ ഉണ്ടാകത്തില്ല. ദൈവം അങ്ങനെ അല്ലെന്നായി പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ കൊടുക്കുമ്പോൾ പാത്ത പറഞ്ഞ് തന്നെ കൊടുക്കണം. എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണത് നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോഴാണ് മനസ്സിലായി. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ദിവസം എന്തുമാത്രം മനുഷ്യരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്. ഞാൻ വീട്ടിൽ കല്യാണം കഴിച്ച്